അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മൾ വീണ്ടും ഒരു കേക്ക് ഡെക്കറേഷൻ വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. ഇത് സത്യം പറഞ്ഞാൽ ഫ്ലോപ്പ് ആയിട്ടുള്ള കേക്ക് ഡെക്കറേഷനാണ് കേട്ടോ. എന്താ പറയുക, ഞാൻ കുറേ അധികം ടെൻഷൻ അടിച്ചിട്ടുള്ള ഒരു കേക്കാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ വന്നതെന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഇത് നമ്മുടെ വിപ്പിംഗ് ക്രീം അല്ല കേട്ടോ, ഇത് ബട്ടർ ക്രീം ഫ്രോസ്റ്റിംഗ് ആണ് ചെയ്തിട്ടുള്ളത്. ബട്ടർ ക്രീം ഫ്രോസ്റ്റിംഗ് ഐസിങ് ഒക്കെയാണ് ചെയ്തിട്ടുള്ളത്. അപ്പം ഇത് ഞാൻ ആദ്യമായിട്ട് ചെയ്തിട്ടുള്ളൊരു കേക്കൊന്നും അല്ല. ബട്ടർ ക്രീമിൽ ഞാൻ ഇതിന് മുൻപ് 1-2 തവണയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ നമ്മൾ വീട്ടിൽ കഴിക്കാൻ വേണ്ടിയിട്ട് ഫില്ലിങ് മാത്രം കൊടുത്തിട്ടുള്ളായിരുന്നു കേട്ടോ. പുറത്തേക്ക് സെമി നേക്കഡ് കേക്കായിട്ട് അങ്ങനെ ചെയ്തിട്ടുള്ള കേക്കായിരുന്നു. അപ്പോൾ പിന്നെ വലിയ സീനൊന്നും ഉണ്ടാവില്ലല്ലോ. ഇതിപ്പം കസ്റ്റമൈസ്ഡ് ആയതുകൊണ്ട് ഇതിൻ്റെ ആക്ച്വലി ഒറിജിനൽ പിക്കും ഈ ഒരു പിക്കും കൂടി ഇട്ടാൽ നിങ്ങളിന്നെ തല്ലിക്കൊല്ലും. അതൊരു ഡിഫറൻസ് ആണ് കേട്ടോ. കാരണം ഇത് ഒരു ക്രിസ് ക്രോസ് കേക്കിൻ്റെ രണ്ട് ലെയർ ക്രിസ് ക്രോസ് കേക്കിൻ്റെ അതിൻ്റെ ഏറ്റവും ടോപ്പത്തത് ഈ ഒരു ടോപ്പ് ഫോർവേഡ് ഹാർട്ട് ഷേപ്പ് കേക്കായിട്ട് ചെയ്തിട്ടുള്ളൊരു കേക്കായിരുന്നു നമ്മൾ റെഫറൻസ് പിക്കായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നത്. അതോ ഇത് തമ്മിൽ യാതൊരു ബന്ധവും ഇല്ല കേട്ടോ. അതുകൊണ്ട് അത് ഞാനിവിടെ കൊടുക്കണില്ല. സംഭവം നമ്മൾക്ക് എന്താ പറയുക, ആദ്യം ഞാൻ ഫോർവേഡ് 2 ലെയർ ചെയ്യുള്ളൂ. സാധാ ഒരു നോർമൽ ലെയറും അതിൻ്റെ മുകളിൽ ഒരു ഹാർട്ട് ഷേപ്പ് കേക്കും ചെയ്യുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട്, കാരണം അവർക്ക് അത്രയ്ക്ക് വലിയ ബഡ്ജറ്റ് അഫോർഡ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ കുറഞ്ഞ റേറ്റിൽ നമ്മളിങ്ങനെ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത്രയ്ക്ക് കുറഞ്ഞിട്ടൊന്നുമല്ല, നമ്മളുടെ ഈ ഒരു റേറ്റിൻ്റെ ഉള്ളിൽ കേട്ടോ. അപ്പോൾ ഒന്നാമത് നമ്മൾ ബട്ടർ ക്രീം ഫ്രോസ്റ്റിംഗ് ആകുമ്പോൾ നല്ല റേറ്റാണ്. പിന്നെ ഈ ഒരു ഡിസൈനും കൂടി ആകുമ്പോൾ അതിനുള്ള റേറ്റ് ഉണ്ടാവുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഒരു കുറഞ്ഞ റേറ്റിൽ മതി പറഞ്ഞപ്പോൾ അതിലും കുറച്ചൊരു ചെയ്ത് കൊടുത്താൽ കേട്ടോ. അപ്പോൾ നമ്മളിതാ ഹാർട്ട് ഷേപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ലെയർ കട്ട് ചെയ്ത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ നമ്മൾ സാധാ നോർമൽ കട്ട് ചെയ്ത പോലെയല്ല ഞാൻ ഈ ലെയറിൽ കട്ട് ചെയ്തിട്ടുള്ളത്. കാരണം നമ്മളിത് കുത്തനെ വെക്കണ കേക്കല്ലേ. അപ്പോൾ അതിങ്ങനെ വെയിറ്റ് കാരണം ഇങ്ങനെ വിടർന്നിട്ട് പൊട്ടിപ്പോവാതിരിക്കാൻ വേണ്ടിയാട്ടോ ഈ ഒരു ഐഡിയ ഞാൻ ചെയ്തിട്ടുള്ളത്. ക്രോസ് ടൈപ്പിൽ അങ്ങനെ കട്ട് ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഇത് 5 ഇഞ്ചിൻ്റെ പാനിലാണ് ബേക്ക് ചെയ്തിട്ടുള്ളത്. ഈ ഹാർട്ട് ഷേപ്പ് കേക്ക് ചെയ്തിട്ടുള്ളത് കേട്ടോ. താഴെയുള്ള വലിയ പീസുകൾ കട്ട് ചെയ്തിട്ടുള്ളത് 7 ഇഞ്ചിൻ്റെ പാനിലും. അങ്ങനെ ടോട്ടൽ 2 കിലോ കേക്കാണ്, 2 കിലോ ബാറ്ററി ആയിരുന്നു ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അതിങ്ങനെ 2 7 ഇഞ്ചിൻ്റെ പാനിലും ഒരു 5 ഇഞ്ചിൻ്റെ പാനിലും ബേക്ക് ചെയ്തിട്ടുള്ളത്. അവർക്ക് 1.5 കിലോ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏതായാലും ഉണ്ടാക്കിയല്ലോ. ഇപ്പോൾ 2 ലെയർ മാറ്റി വെച്ചാൽ ടോട്ടൽ നമുക്ക് 1.5 കിലോ ആക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. 2 സ്പഞ്ച് ഓൾറെഡി ബേക്ക് ചെയ്ത് വെച്ചാൽ നമുക്ക് വേറെ എന്തൊക്കെയെങ്കിലും എടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ടോട്ടൽ 1/2 കിലോ കൂട്ടി ഉണ്ടാക്കിയതാണ് കേട്ടോ. അതിന് ഉപയോഗം വന്നിട്ടുണ്ട്, അത് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നമ്മളിതാ 2 കേക്കും ഫ്രോസ്റ്റിങ്ങും ഒക്കെ കഴിഞ്ഞ് ഫ്രിഡ്ജിലേക്ക് സെറ്റാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു കൊടുക്കണ നമ്മൾ പുറത്ത് കൊടുക്കണ കേക്കിൻ്റെ ഫില്ലിങ് ഇതുണ്ടല്ലോ, ഐസിങ്, അതും എന്താ പറയുക ബട്ടർ ക്രീം തന്നെയാണ് കേട്ടോ. പക്ഷെ അതിനെന്തൊക്കെയോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്കുകൾ കാണുന്നില്ലേ, അതെന്താണെന്നുള്ളത് എനിക്ക് തന്നെ അറിയില്ല. കാരണം എനിക്ക് ഈ ബട്ടർ ക്രീമിനെ പറ്റി വലിയ ജ്ഞാനമില്ല കേട്ടോ. സംഭവം അത് സത്യം പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ നമ്മൾ പൈപ്പിങ്ങൊക്കെ ചെയ്യുമ്പോൾ നല്ല അടിപൊളിയായിട്ട് വരുന്നുണ്ട്. പക്ഷേ നമ്മളത് ഫ്രോസ്റ്റ് ചെയ്യുമ്പോൾ എന്തൊക്കെയോ മിസ്റ്റേക്ക്, അത് ചിലപ്പോൾ ഈ ഹാർട്ട് ഷേപ്പ് കേക്കിലായിട്ടാണോ എന്താണെന്ന് അറിഞ്ഞൂട്ടോ കേട്ടോ. സത്യം പറഞ്ഞാൽ ഞാൻ ആകെ ടെൻഷൻ അടിച്ച് ചെയ്തിട്ടൊരു കേക്ക് ആയിരുന്നു. എന്നിട്ട് പിന്നെ ഞാൻ വീണ്ടും ബട്ടർ ക്രീം ഉണ്ടാക്കുകയാണ് കേട്ടോ. വീണ്ടും കേക്ക് നമ്മളെ ബട്ടർ ബീറ്റ് ചെയ്ത് അതിലേക്ക് ഐസിങ് ഷുഗർ ഇട്ടിട്ട് പിന്നെ വിപ്പിംഗ് ക്രീം ഇട്ടിട്ട് പിന്നെ കളർ ചേർത്തിട്ട് ഇപ്പോൾ വീണ്ടും സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ നേരത്തെ കേക്ക് സെറ്റാൻ വേണ്ടി ഫ്രീസർക്ക് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ വീഡിയോയിലൊക്കെ കാണുന്ന എന്താ പറയുക ബട്ടർ ക്രീം ഫ്രോസ്റ്റിംഗ് ചെയ്തിട്ടുള്ളൊരു കേക്ക് എന്ന് പറഞ്ഞത് നല്ല ടൈറ്റായിട്ടായിരിക്കുമല്ലോ. നമ്മൾക്ക് എങ്ങനെ കൈ കൊണ്ട് പിടിക്കാൻ പറ്റും. അതിൻ്റെ മുകളിലത്തെ ആ എഡ്ജസൊക്കെ നല്ല കട്ട് ചെയ്തിട്ടാണ് നമ്മൾ എടുക്കുക. നമുക്ക് സാധാ വിപ്പിംഗ് ക്രീമിൽ എന്താ പറയുക, വിപ്പിംഗ് ക്രീം ഇങ്ങനെ പാലക് നൈഫ് വെച്ചിട്ട് ഷാർപ്പായിട്ട് ചെയ്യണ പോലെ ഒന്നും അല്ലല്ലോ അത് ചെയ്യലേ. അതൊക്കെ വേറൊരു ടൈപ്പ് തന്നെയല്ലേ. അപ്പോൾ അങ്ങനെയൊക്കെ ആവും എന്നുള്ളൊരു ഓവർ കോൺഫിഡൻ്റ് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു കേക്കാണ് ഇട്ടത്. പക്ഷേ ചിറ്റിപ്പോയി, എന്ത് ചെയ്യാൻ. അപ്പം ഞാൻ ആദ്യം ചെയ്തിട്ടുണ്ടായിരുന്ന ഐസിങ് ഒക്കെ വീണ്ടും റിമൂവ് ചെയ്യാനിട്ടാ. എന്നിട്ട് ഇപ്പം ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള കേക്കിൽ ക്രീം ഉണ്ടല്ലോ, അത് ഇതിൻ്റെ മുകളിൽ വെച്ചിട്ട് ഒന്നുകൂടി ഫിനിഷിങ് ആക്കാമെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. ആദ്യം ചെയ്തിട്ടുള്ള ക്രീമിന് വലിയ പ്രശ്നമൊന്നുമില്ല. പക്ഷേ നമ്മൾ കുറച്ച് ടൈം പുറത്ത് വെക്കുമ്പോഴേക്കും അത് അലിയാണ്. അത് എന്താ വെച്ചാൽ ഇങ്ങനെ ഒരു നനവ് പോലെ വന്നിട്ട് അലിഞ്ഞു പോവുക. ഇതിൻ്റെ വിപ്പിംഗ് ക്രീം എന്നൊക്കെ വെച്ചാൽ കുറേ ടൈം നമുക്ക് പുറത്ത് വെക്കാൻ പറ്റും. നമുക്ക് അത്രയ്ക്ക് സ്റ്റിഫ് പീക്കായിട്ടാണ് നമ്മളത് ബീറ്റ് ചെയ്തെടുക്കുന്നത്. പിന്നെ കുറേ ടൈം ഒന്ന് പുറത്ത് വെച്ചാലൊന്നും ഒരു കംപ്ലയിൻറ്റ് വരില്ല. തണുപ്പ് പോകുന്നുള്ള പ്രശ്നം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ഇത്രയും കാലത്തിൻ്റെ ഇടയ്ക്ക് തണുപ്പ് എങ്ങനെയാലും കുറേ ടൈം പുറത്ത് വെക്കുമ്പോൾ കുറച്ച് കുറയുമല്ലോ. അല്ലാതെ മെൽറ്റായി പോകുന്ന പ്രശ്നമൊന്നും ഇതുവരെ വന്നിട്ടില്ല കേട്ടോ. പക്ഷേ ഈ ഒരു കേക്കിന് വളരെയധികം ടെൻഷൻ എടുപ്പിച്ചെന്ന് പറയാം. അപ്പോൾ ഞാൻ വീണ്ടും ഇതാ ക്രീമൊക്കെ ബീറ്റ് ചെയ്തിട്ട്
ഈ കേക്കിൻ്റെ മുകൾക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. കുഴപ്പമൊന്നുമില്ല, പക്ഷെ എന്തൊക്കെയോ ഒരു മിസ്റ്റേക്ക് പോലെ ഇതിൽ എന്താണ്, നമ്മൾ ആദ്യം ചെയ്ത കേക്ക് നമ്മൾ താഴെ വെച്ചിട്ടാണ് അതിൽ ഐസിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. മാറിപ്പോവാട്ടോ, സോറി. പിന്നെ ചെയ്ത കേക്ക് നമ്മൾ കുത്തനെ വെച്ചുകൊണ്ട് അതിൻ്റെ ആ ഒരു എന്താ പറയുക നീറ്റ്നെസ് കിട്ടുകയല്ല. പിന്നെ ഞാൻ വിചാരിച്ചു കുറച്ച് റഫായിട്ട് കിടന്നോട്ടെ, അങ്ങനെ ഒരു ഡിസൈൻ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. ഇപ്പോൾ താഴെയുള്ള കേക്കിൻ്റെ മുകളിലേക്ക് ഈ ഒരു കേക്ക് എടുത്ത് വെക്കുകയാണ് കേട്ടോ. ഇത് എടുത്ത് വെക്കാനൊന്നും വലിയ സീനൊന്നുമില്ല, പ്രശ്നമൊന്നുമില്ല. അതൊക്കെ എടുത്ത് വെച്ചു. അതായിപ്പോൾ നിങ്ങൾക്ക് തെന്നി വീഴാൻ പാടില്ലല്ലോ. അതിൻ്റെ വെയിറ്റ് നമ്മളെ വിപ്പിംഗ് ക്രീം എന്ന് വെച്ചാൽ തീരെ വെയിറ്റ് ഇല്ലാത്തൊരു സംഭവമാണ്. പക്ഷേ ഞാൻ ഈ ഉണ്ടാക്കിയ ബട്ടർ ക്രീം നല്ല വെയിറ്റ് ആണോ, അത് ഐസിങ് ഷുഗർ കൂടിപ്പോയാണ്ടാണോ എന്ന് എനിക്ക് ചെറിയൊരു ഡൗട്ട് ഉണ്ട് കേട്ടോ. അതായിരിക്കും മേ ബി. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളെ കേക്കിൻ്റെ ലുക്ക് വന്നിട്ടുള്ളത് കേട്ടോ. കേക്ക് ഞാൻ ഇങ്ങനെയൊന്നുമല്ല വിചാരിച്ചിട്ടുണ്ടായിരുന്നത്, പക്ഷെ അതിങ്ങനെ ആയിപ്പോയി. എന്ത് ചെയ്യാനാണ്, കുഴപ്പമൊന്നുമില്ല. ഇങ്ങനെ ഒരു ഡിസൈൻ ആക്കാമല്ലോ. പിന്നെ കുറച്ച് ഫ്ലവേഴ്സ് വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ താഴെയുള്ള കേക്കിൻ്റെ ഉള്ളിലൊക്കെ നമ്മൾ ബട്ടർ ക്രീം ഫ്രോസ്റ്റിംഗ് തന്നെയായിട്ട് കൊടുത്തിട്ടുള്ള ക്യാരമൽ ബട്ടർ ക്രീം ഫ്രോസ്റ്റിംഗ് നമ്മളെ ബട്ടർ സ്കോച്ചിൻ്റെ ഫ്ലേവറാണ് കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റാണ്. ഇത് സത്യം പറഞ്ഞാൽ ഷുഗർ സിറപ്പ് വെച്ച് വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അത് ഈ ഒരു ക്രീമിൻ്റെ മധുരം തന്നെ ഉണ്ടാവും നമ്മൾ ആ കേക്ക് കട്ട് ചെയ്ത് കഴിക്കുമ്പോൾ. ഞാൻ ആദ്യമൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഇവരെന്താ ഈ ആൾക്കാരെ വീഡിയോസൊക്കെ കാണുമ്പോൾ, ഇംഗ്ലീഷുകാരെ വീഡിയോസൊക്കെ കാണുമ്പോൾ വിചാരിക്കുന്നുണ്ടായിരുന്നു ഇറ്റിങ്ങളെന്താ ഈ എന്താ പറയുക ഷുഗർ സിറപ്പ് ഒന്നും വെറ്റ് ചെയ്യാത്തതൊക്കെ. പക്ഷേ ഇപ്പോഴല്ലേ അതിനെ കുട്ടൻസ് മനസ്സിലായത്. പിന്നെ ക്രീം, പിന്നെന്താ പറയുക, നമ്മൾ സ്പഞ്ച് നല്ലോണം ഫ്രീസ് ചെയ്യണമെന്നും തോന്നുന്നുണ്ട് കേട്ടോ. പക്ഷെ ഞാനൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ടായിരിക്കും മേ ബി ഇതിൻ്റെത് കൊളായിപ്പോവാൻ കാരണം. അവസാനം നമ്മളിതാ ഒരുവിധം ഒപ്പിച്ചെടുത്തിട്ടുണ്ട്. അതിൻ്റെ ആ ഹാർട്ട് ഷേപ്പിന് സൈഡൊക്കെ കണ്ട റഫ് ഡിസൈനായിട്ടാണ് കൊടുത്തേക്കണത്. അങ്ങനെ വിചാരിച്ചോളൂ നിങ്ങളല്ലാതെ എനിക്ക് ശരിയാക്കാൻ പറ്റാഞ്ഞിട്ടല്ല. ഓക്കെ. പിന്നെ കുറച്ച് എന്താ പറയുക, നമ്മുടെ ഈ ഒരു മിനിക്കപ്പൊടി എന്നെ പറഞ്ഞ പേരെന്തായിരുന്നു, ആ ഒരു സംഭവം ഇതിൻ്റെ മുകൾക്ക് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ മാനുവൽ എയർ ബ്രഷിൽ വെച്ചിട്ടാണ് ചെയ്ത് കൊടുക്കുന്നത്. കുറച്ച് ലുക്ക് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ടോട്ടൽ 2 കിലോ ഉണ്ടാവും ഇത്. കാരണം നമ്മൾ വിപ്പിംഗ് ക്രീം വെയിറ്റ് ഇല്ലാത്തതുകൊണ്ട് കേക്ക് അത്രയ്ക്ക് വെയിറ്റ് തോന്നില്ല. പക്ഷേ ഇത് കുറച്ച് ചേർത്താൽ തന്നെ നല്ല വെയിറ്റാണ്. ആ ബട്ടർ ക്രീം നല്ല വെയിറ്റ് ആയതുകൊണ്ട് കേക്കും നമുക്ക് പിടിക്കുമ്പോൾ തന്നെ അതിൻ്റെ വെയിറ്റ് മനസ്സിലാവും. കാരണം നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ ഞാൻ 2-3 സ്റ്റിക്കൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഹാർട്ട് ഷേപ്പിൻ്റെ ഉള്ളിൽ നമ്മുടെ സ്ട്രോ ഇല്ലേ, ഡവൽസിൻ്റെ കയ്യിലുണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ സ്ട്രോ കൊടുത്തിട്ടാണ് അത് അങ്ങനെ കുത്തനെ നിർത്തിയിട്ടുള്ളത് കേട്ടോ. അപ്പം കുറച്ച് ഫ്ലവേഴ്സും പിന്നെ നമ്മുടെ ജസ്റ്റ് ഫോർ യു എന്നുള്ള ഒരു സ്റ്റിക്കല്ല, ഒരു കട്ടൗട്ട് ഉണ്ടാവില്ലേ, അതും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു ആനിവേഴ്സറി കേക്ക് ആയിരുന്നു. കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ട്. കാണാൻ എന്താണ് പാടുന്നുള്ളത് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണേ. എനിക്ക് വലിയ ഇഷ്ടമൊന്നും ആയിട്ടില്ല, പക്ഷേ എന്താ ചെയ്യുക, കുറേ സമയം ഞാൻ നേരം വെളുത്തിട്ട് നോമ്പുമായിരുന്നു എനിക്ക് വന്നിട്ടാ. വൈകുന്നേരം 6 മണിക്ക് അത് കൊണ്ടുപോയിട്ടുള്ളത്. ആ സമയം വരെ ഞാൻ ഇതേമ തന്നെയായിരുന്നു. കുറേ പ്രാവശ്യം റീ വർക്ക് ചെയ്തിട്ട് നമ്മൾ വിചാരിച്ച പോലെ ആയില്ല എന്നുണ്ടെങ്കിൽ അത്രയ്ക്ക് ടെൻഷനുള്ളൊരു പണി വേറെ ഇല്ല കേട്ടോ. നമ്മൾ 2 സ്പഞ്ച് മാറ്റി വെച്ചെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ½ kg സ്പഞ്ച്. അപ്പോൾ അതിനും അവർ ഓർഡർ വന്നിട്ട് നമുക്കൊരു ½ kg കേക്ക് കൂടി വേണമെന്ന് പറഞ്ഞ് പെട്ടെന്ന് വിളിച്ചപ്പോൾ ആ ഒരു സ്പഞ്ചെല്ലാം എനിക്ക് പെട്ടെന്ന് തന്നെ ചെയ്ത് കൊടുക്കാൻ പറ്റി. അപ്പോൾ ആ ഒരു കേക്കിൻ്റെ ഫിക്കും ഞാനിതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളതൊന്നും കമൻറ്റ് ചെയ്യുക. അതുപോലെ വീഡിയോ ഇഷ്ടമായിരുന്നു ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഒക്കെ അടുത്ത വീഡിയോ കാണുന്നവരേക്കും